നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം പൂയം നക്ഷത്രത്തെ കുറിച്ചാണ്. പൂയം നക്ഷത്രക്കാരുടെ 2026 വർഷത്തെ മാർച്ച് മാസം 1 തീയതി മുതൽ 15 വരെ ഇവർക്കുണ്ടാകുന്ന ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളും ജ്യോതിഷപരമായിട്ടുള്ള ഫലങ്ങളുമാണ് നമ്മൾ പറയുന്നത്. ഇത് അറിഞ്ഞിരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊന്ന് തയ്യാറെടുക്കുവാൻ സാധിക്കുന്നതാണ്. ഭാഗ്യ ദൗർഭാഗ്യങ്ങളെയൊക്കെ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് തയ്യാറെടുക്കാൻ കഴിയുന്നതുമാണ്. അപ്പോൾ ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. പൂയം നക്ഷത്രക്കാര് മാർച്ച് 1 തീയതിയും 2 തീയതിയും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ചില ചതികളിലൊക്കെ നിങ്ങൾ ചെന്ന് ചാടുവാനുള്ള സാധ്യതയുണ്ട്. ചില വഞ്ചനയിലൊക്കെ അകപ്പെടുവാനുള്ള ഒരു സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ടാണ് കൂടുതലും കാണുന്നത്. നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകളൊക്കെ ചില സാമ്പത്തിക ഇടപാടുകളിലൊക്കെ നിങ്ങളെ പ്രേരിപ്പിക്കുകയും അതിലേക്ക് കൊണ്ടുചെന്ന് വീഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഇവര് പോലും മനസ്സുകൊണ്ട് അറിയാത്ത കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് ഈ സാമ്പത്തിക ഇടപാടുകൾ 1 തീയതിയും 2 തീയതിയും നടത്തുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. ശ്രദ്ധിച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ രേഖാപരമായിട്ടൊക്കെ ചെയ്യുക. വലിയ വലിയ തുകകളൊക്കെ ആണെങ്കിൽ അതൊന്ന് ചിന്തിച്ച് മാത്രം ചെയ്യുക. ഒന്നിലധികം തവണ ആലോചിച്ച് ചെയ്യുക. നിങ്ങളുടെ മനസ്സിൽ അകാരണമായിട്ടുള്ള ഭയവും ഉത്കണ്ഠയും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് ഒന്ന് തരണം ചെയ്തെടുക്കേണ്ടതാണ്. ആദ്യത്തെ 4 ദിവസങ്ങൾ, മാർച്ച് 1 മുതൽ 4 ദിവസങ്ങളിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ കാത്തിരിക്കുന്നുണ്ട്. അത് മാനസികമായിട്ട് വലിയൊരു പിരിമുറുക്കം നിങ്ങളെ സൃഷ്ടിക്കുന്നുണ്ട്. അതൊന്ന് മാറ്റിയെടുത്താൽ തന്നെ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും. ദൈവ അനുഗ്രഹം ആവശ്യമായിട്ടുണ്ട്. ഈ സമയങ്ങളിലെല്ലാം നിങ്ങൾ ഏത് ദൈവത്തിനെയാണോ പ്രാർത്ഥിക്കുന്നത് ആ ദൈവത്തിന്റെ പ്രാർത്ഥനയിൽ മുഴുകി മുന്നോട്ട് പോകുക. ഇഴജന്തുക്കളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണിത്. എന്നാൽ മാർച്ച് 5 തീയതി മുതൽ വളരെ നല്ല ഒരു സമയമാണ്. വളരെ നല്ലൊരു മാറ്റമായിട്ടാണ് കാണുന്നത്. നക്ഷത്രങ്ങളുടെ സ്ഥാനമൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്ന ഒരു സമയമാണ്. അതുമായിട്ട് വിദ്യാഭ്യാസ കാര്യം പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസത്തിലൊക്കെ മാർച്ച് 5 തീയതി മുതൽ നിങ്ങൾക്ക് മുന്നേറ്റം കാണുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾ പ്രവർത്തിക്കുന്നതിനുള്ള ഇരട്ടി ഫലമൊക്കെ കിട്ടും. നമ്മൾ കുറച്ച് പ്രവർത്തിച്ചുള്ളതെങ്കിലും നമ്മൾക്ക് ഭാഗ്യം തുണച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ വാഹന ഭാഗ്യമൊക്കെ വരുന്ന ഒരു സമയമാണ്. വാഹനം മാറ്റി വാങ്ങാൻ, വാഹനം മൂലം നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാവുന്നതാണ്. ചിലപ്പോൾ ക്രയവിക്രയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ലാഭം ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കാലമായിട്ട് ഭവനമില്ലാത്തവർക്ക് ഭവനം നിർമ്മിക്കുവാനൊക്കെയുള്ള ഒരു പ്രാരംഭ നടപടി എടുക്കുവാനും അല്ലെങ്കിൽ പുതിയ ഭവനമൊക്കെ വാങ്ങുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. തൊഴിൽപരമായിട്ട് നിങ്ങൾക്ക് സമ്മിശ്ര ഫലമാണ്. തൊഴിൽ രംഗത്ത് ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നത് മാറിക്കിട്ടും. എങ്കിലും നിങ്ങൾ ഉദ്ദേശിച്ച തൊഴിലിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിഞ്ഞെന്ന് വരില്ല. ഇന്റർവ്യൂകളും എക്സാമുകളും ഒക്കെ ഉണ്ടെങ്കിൽ തൊഴിൽപരമായിട്ട് നിങ്ങളിപ്പോൾ അതിനൊക്കെ ശ്രമിക്കുന്നത് നല്ലതാണ്. മുൻപോട്ടുള്ള കാലഘട്ടത്തിൽ അത് ലഭിക്കുന്നതാണ്. ഇപ്പോൾ തൊഴിലിനു വേണ്ടി ശ്രമിക്കുന്ന തെറ്റില്ല. വളരെ നല്ലൊരു സമയമാണ്. ലഹരി പദാർത്ഥങ്ങളുടെയൊക്കെ ഉപയോഗം കുറയ്ക്കേണ്ടതുണ്ട്. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കൊണ്ട്. ശത്രുശല്യമൊക്കെ പൊതുവെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. എങ്കിലും ദൈവത്തിന്റെ അനുഗ്രഹവും ഗ്രഹങ്ങളുടെ സ്ഥാനം നിങ്ങൾക്ക് അനുകൂലവുമായതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഷെയർ ബിസിനസ് ഒക്കെ ചെയ്യാൻ അറിയാവുന്ന ഒരു ഷെയർ ബിസിനസ്സിലൊക്കെ പണം മുടക്കുന്നത് വളരെ നല്ലതാണ്. ലാഭകരമായിട്ടുള്ള ചില ഇടപാടുകളൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ബിസിനസ്സിൽ കുറച്ച് തകർച്ചയൊക്കെ ഉണ്ടായിരുന്നത് മാറി ഒരു ഉന്മേഷമൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. ചില പുതിയ ലക്ഷ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ഒരുപാട് കാലമായിട്ട് കോടതിയിൽ ഉണ്ടായിരുന്ന കേസുകൾക്കൊക്കെ ഒരു തീർപ്പാകുന്നതാണ്. വിജയം ഉണ്ടാവാനുള്ള സാധ്യത വളരെയേറെയാണ്. ദമ്പതിമാർക്കിടയിലെ ചെറിയ വിള്ളലുകളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ദാമ്പത്തിക ജീവിതത്തില് സ്വരച്ചേർച്ചയില്ലായ്മ കാണുന്നുണ്ട്. അത് പറഞ്ഞു തീർക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ വലിയൊരു വിപത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ച് തീർക്കുക എന്നുള്ളതാണ്. മറ്റൊരാളെ ഇടപെടുത്താതിരിക്കുന്നതാണ് നല്ലത്. മറ്റൊരാളും നിങ്ങളുടെ ഭാവിയും ജീവിതവും അവരല്ല തീരുമാനിക്കേണ്ടത്, നിങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ സംസാരിച്ച് അതിനൊരു പരിഹാരം കണ്ടെത്തുക. ഞാനാണ് വലുത് എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം കളയരുത്. എന്തിനും പരിഹാരമുണ്ട്. അത്
സംസാരിച്ചു തീർക്കാം. നമ്മൾ ഇത്രയും ദീർഘിപ്പിച്ച് പറയുന്നത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക്, ചെറിയ പ്രശ്നമായിരിക്കും, അത് വലിയൊരു പ്രശ്നത്തിലേക്ക് നിങ്ങൾ കൊണ്ടുചെന്ന് ദയവ് ചെയ്ത് എത്തിക്കരുത്. ജീവിതമാണ്, മനസ്സിലാക്കുക. കൂടാതെ മാർച്ച് 13, 14, 15 തീയതികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ചെറിയ മാനഹാനിയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മളെ അപമാനിക്കുന്ന രീതിയിൽ ചിലര് പെരുമാറാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് മുൻകൂട്ടി കാണേണ്ടതുണ്ട്. നിങ്ങൾ പോകരുതാത്ത വേദികളിലൊന്നും പോകരുത്. ചില സ്ഥലങ്ങളിൽ നമ്മൾക്കറിയാൻ കഴിയും, നമ്മൾ അവിടെ പോയാലും നമുക്ക് വലിയ വിലയൊന്നും കിട്ടില്ല എങ്കിലും നമ്മൾ പോയേക്കാം എന്ന് വെച്ച് പോകുന്ന സ്ഥലങ്ങൾ, അതൊക്കെ ഒഴിവാക്കി കളയുന്നത് വളരെ നല്ലതാണ്. നമ്മൾക്ക് വിലയില്ലാത്തടത്ത് പോകാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് അങ്ങനെ ചില അനുഭവങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. നമ്മളെ വിളിച്ചു വരുത്തി അപമാനിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ല, അതുപോലെയൊക്കെയുള്ള ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അതും ശ്രദ്ധിക്കുക. നമ്മൾ ഈ 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരു 2-3 വട്ടം ആലോചിച്ച് ചെയ്താൽ തീർച്ചയായിട്ടും ഇതിൽ മാറ്റമുണ്ടാകും. കൂടാതെ ദൈവത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുക. അത് ഏത് മതമെന്നോ ഏത് ദൈവമെന്നോ ഒന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് വിശ്വാസമുള്ള ദൈവത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം ചെയ്യുന്നത്, നമ്മൾ ഒരുപാട് ലക്ഷാർച്ചനകളൊക്കെ ചെയ്യുന്നതിനും നല്ലത് ഒരു ആൾക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകുന്നത് വളരെ നല്ലതാണ്. അത് വേണ്ടപ്പെട്ട കൈകളിലായിരിക്കണം എത്തുന്ന, അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം നൽകുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പൂയം നക്ഷത്രക്കാരുടെ ജീവിതം സുന്ദരകരമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കായിട്ട് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.